ആ പ്രവേശം തുള്ളൽ രചിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. മലയാളത്തിലെ ജനപ്രിയ കവികളിൽ മുമ്പനാണ് കുഞ്ചൻ നമ്പ്യാർ. ജീവിത വിമർശനപരമായ കവിതകൾ എഴുതി പൊതുജന മധ്യത്തിൽ ചൊല്ലിയാടി രസിപ്പിച്ച കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. ഒരേ സമയം ജനങ്ങളെ രസിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും മനുഷ്യ സമൂഹത്തെ പരിഷ്കരിക്കുകയും ചെയ്തതിൽ കുഞ്ചൻ നമ്പ്യാർ വഹിച്ച പങ്ക് നിർണായകമാണ്. ഇതിഹാസ പുരാണങ്ങളിൽ നിന്നും കഥാവൃത്തം അല്ലെങ്കിൽ ഇതിവൃത്തം സ്വീകരിക്കുകയും കഥ സ്വീകരിക്കുകയും തൻ്റെ ചുറ്റുമുള്ള ജീവിത വൈകൃതങ്ങളെ അത് കഥയിലൂടെ അതിൻ്റെ തുള്ളലിലൂടെ പൊതുജന മധ്യത്തിൽ എത്തിക്കുകയും ചെയ്ത കവിയാണ് കുഞ്ചൻ നമ്പ്യാർ. ഫലിത പരിഹാസങ്ങളിലൂടെ അദ്ദേഹം കവിത ചാട്ടവാറാക്കി സമൂഹത്തെ പരിഷ്കരിക്കാനായിട്ട് തൻ്റെ തുള്ളലിലൂടെ കുഞ്ചൻ നമ്പ്യാർ ശ്രമിച്ചു എന്നത് ശ്രദ്ധേയമാണ്. ആരെയും മുഖം നോക്കാതെ വിമർശിക്കുന്ന രീതി കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ കഥ നമുക്ക് ചുരുക്കി ഒന്ന് പറയാം. സഭാപ്രവേശം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സഭയിലേക്കുള്ള പ്രവേശം എന്ന് തന്നെ പറയാം. സഭ എന്ന് നമുക്കറിയാം, പൊതുവായിട്ട് എല്ലാവരും ഒത്തുചേരാനുള്ള ഇടമായിട്ട് കാണാം. അതേപോലെ തന്നെ സഭ എന്നതുകൊണ്ട് സമൂഹവും എന്ന അർത്ഥം നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഇവിടെ പാണ്ഡവർക്ക് വേണ്ടി പ്രസിദ്ധ ശില്പിയായ മയൻ നിർമ്മിച്ച ഇന്ദ്രപ്രസ്ഥം എന്ന രാജധാനിയിലെ വളരെ മനോഹരമായ സഭയിലേക്ക് പാണ്ഡവ വിരോധികളായ, അതായത് പാണ്ഡവന്മാരോട് വിദ്വേഷമുള്ള ദുര്യോധനൻ മുതലായവർ പ്രവേശിക്കുന്നതും കൗരവരുടെ കടന്നുവരവുമാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. അപ്പം കൗരവർ തങ്ങളുടെ അധികാരവും പ്രതാപവും കാണിക്കാനായിട്ട്, അതായത് ദുര്യോധനാദികൾ തങ്ങളുടെ പ്രതാപം കാണിക്കാനായിട്ട് അഴകിയ രാവണന്മാരായി എത്തിയ ദുര്യോധനനും, അഴകിയ രാവണൻ എന്ന് പറയുമ്പോൾ തങ്ങളാണ് ഏറ്റവും മികച്ചവർ, അല്ലെങ്കിൽ പൊങ്ങച്ചം കാണിക്കുക എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതേപോലെ അഴകിയ രാവണന്മാരായി എത്തിയ ദുര്യോധനനും കൂട്ടുകാർക്കും പറ്റിയ അബദ്ധമാണ്, അല്ലെങ്കിൽ അപള്ളിയാണ് ഈ ഒരു സഭാപ്രവേശനം കഥയിലെ പ്രമേയമായിട്ട് കടന്നു വരുന്നത്.